മാഡം, ദേ അവിടെയാണ് പൊളിച്ചു വച്ചിരിക്കുന്നത്. ചവിട്ടുന്നുണ്ടോന്നൊക്കെ നോക്കുക. ഇപ്പൊ എന്തായാലും അവനെ പറഞ്ഞുവിടണ്ട. നമ്മളൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കുകയും വേണ്ട. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അവന്റെ പേരിൽ ആക്ഷൻ എടുത്താൽ മതി. അല്ലെങ്കിൽ കണ്ണേട്ടനായിരിക്കും വിവരങ്ങൾ ചോർത്തി തന്നെന്ന് അവരൊക്കെ സംശയിക്കും. എന്നാലും ഉണ്ടച്ചോറിന് നന്ദി കാണിക്കാത്ത ഇവനെയൊക്കെ ജോലിന്ന് പിരിച്ചുവിടുക മാത്രമല്ല മഹി വേണ്ടത്. 4 ആള് കാണുക തല്ല് ശരിയാക്കണം. ഇപ്പൊ തല്ല് തുടങ്ങി കാണും താഴെ. അവനെ ഒന്ന് കച്ച മെതിക്കുന്ന പോലെ മെതിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. വാ. അവരതിനകത്ത് ചവിട്ടിയില്ലല്ലോ. മാർക്കോ, ദൈവം എന്നെ കൊല്ലരുത്. ദൈവം കൊല്ലരുത്. മാർക്കോ, പ്ലീസ്. എന്താ മാർക്കോ ഇവിടെ? ഇവനെപ്പോഴും ഇവിടെ വന്നത്? ഇവന്റെ കാറിനെ ഫോളോ ചെയ്ത് വരികയായിരുന്നു ഞങ്ങൾ 2 ആളും. മഹാലക്ഷ്മി വരുന്നതിന് മുമ്പ് തന്നെ. എന്നിട്ട് ഇവിടെ താഴെ വെയിറ്റ് ചെയ്യായിരുന്നു, താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടിട്ട്. ഇനി ഇവനെ ഒന്നും ചെയ്യണ്ട, വിട്ടേക്ക്. മലയ്ക്ക് പോയ ഞങ്ങളെ കൊല്ലാൻ നോക്കിയവനാ. അന്ന് മുതല് ഇവനെ തിരയുക. ഇവൻ വിട്ട ഗുണ്ടകൾ പലരും ഇപ്പൊ ഇല്ല. പിന്നെ ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കണോ ഇവനെ? വിട്ടേര് മാർക്കോ. വിടുമ്പോൾ വെറുതെ വിടണ്ട. ഇവന്റെ കൈയും കാലും തല്ലി ഒടിച്ചു വിട്ടാൽ മതി. ഇവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് തന്നെ ആയിരിക്കും വന്നിട്ടുള്ളത്. അയ്യോ, ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല സാറാ വന്നിരിക്കുന്നത്. ഞാൻ ഈ കൺസ്ട്രക്ഷൻ സൈറ്റൊക്കെ നോക്കാൻ വേണ്ടി വന്നതാ. സൈറ്റ് നോക്കാൻ ഇവിടെ മഞ്ജു ഉണ്ട്, മറ്റു ചില സ്റ്റാഫുകളും ഉണ്ട്. അതിനു പുറമെയാ ഞങ്ങൾ വരുന്നത്. പിന്നെ നിന്നോട് ഈ കോമ്പൗണ്ടിൽ കയറാൻ ആരാ പറഞ്ഞത്? സാരമില്ല മഹാലക്ഷ്മി, ഇനി ഇവൻ ഇവിടെ നിന്നല്ല നിങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലും കയറാതിരിക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കിക്കോളാം. അയാൾ എന്തു പറയുന്നു? ഞാനുമായി ബന്ധം പിരിയണമെന്ന് ആഗ്രഹിക്കുന്ന കമലേശ്വരത്തെ വെല്ലിയേട്ടൻ. ഇവനെല്ലാം കൂടെ കണ്ണൻ സാറിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടാവും. ഇനിയിപ്പോ ബ്രെയിൻ വാഷ് ചെയ്തില്ലെങ്കിലും കണ്ണേട്ടന്റെ അകൽച്ച മാറ്റാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിലുള്ള വേർപിരിയലിന് വഴിയൊരുക്കിയത് ഞാൻ തന്നെയാ. അതുകൊണ്ട് ഇനിയിപ്പോ ഇവനൊക്കെ പറയുന്നത് കണ്ണേട്ടൻ അതേപടി അനുസരിക്കും. അതിൽ കണ്ണേട്ടനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്നാൽ പിന്നെ ചടങ്ങ് നടക്കട്ടെ. ഇവിടേക്ക് ദുരുദ്ദേശത്തോടു കൂടിയല്ലേ ഇവൻ വന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് നടന്നു വന്നവൻ അങ്ങോട്ട് ഇഴഞ്ഞു പോയാൽ മതി. അയ്യോ, മാഡം വാ. മാർക്കോ,
എന്നൊന്നും ചെയ്യരുത് മാർഗോ. ഞാനേ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. ലോപ്പസ് ആണ് നിനക്കുള്ള ശിക്ഷ തരാൻ പോകുന്നത്. ഞാനിതൊക്കെ കണ്ടതേ ഇങ്ങനെ നിൽക്കും. ലോപ്പസേ, ഓ എന്താണെന്ന് വെച്ചാ ചെയ്തോ. ഓക്കെ. അങ്ങോട്ട് പോടാ.